ഒരു പരിധി വരെയെങ്കിലും എല്ലാം കുട്ടികളുടെ ചുമതലയാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു പരിധി വരെയെങ്കിലും അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, അത്തരത്തിലുള്ള തിക്താനുഭവങ്ങൾ കുട്ടികൾക്കുണ്ടാകുന്ന പക്ഷം, ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷേ ഉണ്ടാകുന്ന പക്ഷം അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും അവരുടെ അവകാശങ്ങളും അവരുടെ ചുമതലകളും എന്താണെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം അവരിൽ ജനിപ്പിക്കുകയും വേണം എന്നുള്ളതാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. അപ്പോൾ ഇപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ലൈംഗികതയെക്കുറിച്ചോ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെക്കുറിച്ചോ ഒക്കെ തുറന്ന് സംസാരിക്കുവാനും അതിലവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ ബോഡി ഇമേജ് എന്നുള്ളത് തന്നെ ഇപ്പോൾ ഒരു വലിയ സംഭവമാണ് നമുക്ക്. അപ്പോൾ സ്വന്തം ശരീരത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനും അത് ഒരു ദൗർബല്യമല്ല, മറിച്ച് അത് ഓരോ വ്യക്തിയുടെയും ഒരു ശക്തിയാണ്, ഒരു സവിശേഷതയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുകയും അത് ചൂഷണം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ട് അല്ല കാണേണ്ടത്, അല്ലെങ്കിൽ നാണിക്കാനുള്ളൊരു കാര്യമായിട്ടല്ല കാണേണ്ടത് എന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു അതിലേക്കുള്ളൊരു ആദ്യ ചവിട്ടുപടി എന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ പലതും കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കാൻ ഇന്നും ശങ്കിക്കുന്ന മാതാപിതാക്കൾ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അത് കുടുംബങ്ങളുടെ ഭാഗത്തു നിന്നായാലും വിദ്യാലയങ്ങളുടെ ഭാഗത്തു നിന്നായാലും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു കവചം നമ്മൾ ഒരുക്കി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴും 24 മണിക്കൂറും നമ്മൾ കുട്ടികളുടെ കൈ പിടിച്ച് നടത്തണം എന്നുള്ളതിനേക്കാളും അവർക്ക് ഈ പറയുന്ന അറിവ്, ആവശ്യമായിട്ടുള്ള അറിവ്, സ്വന്തം സുരക്ഷിതത്വത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള അറിവ് പകർന്ന് നൽകുക എന്നുള്ളതാണ് നമുക്ക് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയൊരു സുരക്ഷാ കവചം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.